ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഡിജിപിക്ക് പരാതി. കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാറാണ് പരാതി നൽകിയത്. സുലേഖയുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും അധിക്ഷേപിച്ചതിനും എതിരെയാണ് പരാതി. ബിജെപി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി. നേരത്തെ പാർട്ടി സംരക്ഷിച്ചില്ല, പാർട്ടിയുമായി സംസാരിച്ച ഘട്ടത്തിലൊന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെയാണ് പറയുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ്. അതിനെ ഒരു പാർട്ടിനെ തടയാൻ നോക്കരുത്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPM പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറഞ്ഞ കാര്യങ്ങളല്ല ഇനി നിങ്ങൾ ഏത് ചാനലാണ്? നിങ്ങൾ ചോദിക്കരുത്. ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ നുണ പ്രചരിപ്പിക്കുന്നത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബിജെപി ഭരണസമിതിയാണോ? അല്ല, ഇല്ല, അല്ല, അല്ല, അല്ല. ബിജെപിയുടെ ഭരണസമിതിയല്ല സൊസൈറ്റിയുടെ. ഇതാണ് പരാതി നൽകാനിടയായ സംഭവം. രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകയോട് തട്ടിക്കയറുകയും ഒടുവിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പരാതി നൽകിയിട്ടുള്ളത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കൈരളി ന്യൂസ് റിപ്പോർട്ടർ എന്തൊക്കെയാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? തന്റെ ജോലി തടസ്സപ്പെടുത്തി, ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ ചാർത്തിയാണ് പരാതി ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. DGPക്കാണ് പരാതി നൽകിയത്. DGP ഇത് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. തിരുമൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ പ്രകോപിതനായി ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ വലിയ തരത്തിലുള്ള ആക്രോശം നടത്തിയത്. നിങ്ങൾ ഏത് ചാനലാണെന്നും നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമില്ല ഉൾപ്പെടെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഈ വനിതാ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത്. സുലേഖ ഇതിനെ തിരിച്ച് തനിക്ക് ചോദ്യം ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഏത് മാധ്യമ സ്ഥാപനമാണ് എന്ന് ചോദിച്ച് പ്രകോപിതനായി ഇനി ചോദിക്കേണ്ട എന്ന് ദാർഷ്ട്യത്തോടെ പറയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാണ് നിലവിൽ BJP എത്തിയിട്ടുള്ളത്. അതിനിടെയുള്ള ചോദ്യങ്ങളിലാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഇത്തരം പ്രകോപനപരമായ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്.